കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പൂവിലുണ്ടേ കോമരങ്ങൾ കൊടിയുണ്ടേ പഞ്ചവാദ്യപ്പൂവിലുണ്ടേ തില്ലം തില്ലം ചണ്ടമൃതങ്ങം നേരെ കാവിൽ ഈ രതീഷ് വന്ന ഒരാളും മൈൻഡ് ചെയ്യാറില്ലല്ലോ. വിഷ്ണു, ഹലോ. തൃശ്ശൂർ പൂരത്തിന്റെ ഇടയ്ക്ക് കപ്പിൾ ഡാൻസ് കളിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു മനുഷ്യനെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണാൻ. ഇങ്ങനത്തെ എല്ലാ അമ്മമാരും കാണും ഒരു പൂരം പറഞ്ഞു. ഹലോ, എന്റെ മൈക്ക് മാത്രം ഓൺ ചെയ്തിട്ടില്ല. ഇയാൾ ഇതുവരെ അവിടുന്ന് ഇറങ്ങിയില്ലേ? അതിനകത്താണോ? ഞാൻ അവിടെയാണ്. എന്തുകൊണ്ടാ അവിടുന്ന് ഇറങ്ങിയെന്ന് മനസ്സിലായില്ലേ? അണപ്പ് മാറിയോ? വെള്ളം വേണോ? വെള്ളം വേണ്ട. പക്ഷെ വേറെ കാര്യം, എനിക്ക് അങ്ങനെ പൂർണ്ണത കിട്ടിയില്ല ശ്വേതാജി. അല്ലെങ്കിൽ ഞാനൊരു പ്രോഗ്രാമിലായിരുന്നപ്പോ ശ്വേതാജി വന്നിട്ട് എനിക്ക് ആ ഫ്ലോറിൽ നിൽക്കാൻ പറ്റിയില്ല. അതിന്റെ ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ഈ മൈക്കിന്റെ നമ്പർ എന്ന് പറയുന്നത് 3 അങ്ങ് ഓഫ് ചെയ്തേക്ക്. ഞാൻ വേറെ കാര്യം പറയട്ടെ. വി ആർ സോ ഹാപ്പി കേട്ടോ. അപ്പം ഒരുപാട് സന്തോഷം. എവിടെ നിന്നാണ് ആക്ച്വലി ഇപ്പൊ വരുന്നത്? ഇവിടെ നാട്ടിലുണ്ടായിരുന്നു. ഇവിടെ നാട്ടിൽ തന്നെയാണ്. ഓക്കെ. ഹായ് ഏഞ്ചൽ, ലോങ് ടൈം നോ സീൻ. എവിടെയായിരുന്നു? ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. വിഷ്ണു, ഹലോ. പറയൂ വിഷ്ണു, എന്താണ് ഇപ്പൊ പരിപാടി കാര്യങ്ങൾ? വിഷ്ണുവിനെ പിന്നെ കുറെ നാളായി പിന്നെ മിസ് ചെയ്യുന്നു. താങ്ക് യു ചേട്ടനെങ്കിലും പറഞ്ഞല്ല. അല്ല, വരാനുണ്ട്. വിഷ്ണു പുറത്തോട്ട് വരാനുണ്ട്. ശ്രമിക്കാം. അതെ, അത്രേ ഉള്ളൂ. രസ്മിൻ എങ്ങനെ പോകുന്നു? ഇപ്പൊ തിരിച്ച് കോളേജിലുണ്ടോ അതോ ഇല്ല, ഞാനിപ്പോ ചെന്നൈയിലാണ് PhD ചെയ്തോണ്ടിരിക്കുന്നത്. ഏത് സബ്ജക്ട്? ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഫിസിക്കൽ എഡ്യൂക്കേഷൻ തന്നെ. അളിയാ, എന്തൊക്കെയുണ്ട് വിശേഷം? അടിപൊളി. ഞങ്ങളുടെ പുന്നാര കൊറിയോഗ്രാഫർ ആയിരുന്നു പുന്നാരെന്നല്ല പറഞ്ഞ പുന്നാരെന്ന്. അത് അവർക്ക് ഫ്രണ്ടില് പല്ലില് ഗ്യാപ്പ് ഉള്ളോണ്ട് നിങ്ങൾക്ക് തോന്നിയത്. അത് ചേട്ടൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. പാട്ട് എഴുതും, പാട്ട് സംഗീതം ചെയ്യും, കൊറിയോഗ്രാഫ് ചെയ്യും, പാട്ട് പാടും, ആങ്കർ ചെയ്യും, ഇവന്റ് മാനേജിംഗ് ചെയ്യും, അഭിനയിക്കും, വേറെ എന്തൊക്കെ ചെയ്യും, ഒരുപാട് കാര്യം. DJ ചെയ്യും. നമ്മളൊരു സീരീസ്, വെബ് സീരീസിന്റെ സോങ് ആരുടെ കൂടെ? കണ്ണീരിയുടെ കൂടെ ഡാൻസ്. എത്ര പേരാണെന്നറിയാം അവിടെ ക്യൂ നിൽക്കുന്നു ഡാൻസ് കളിക്കാൻ. അപ്പാന് ശരത്ത്, ഭീമൻ രഘു, പിന്നെ ലോകത്തെ 2 മടിയന്മാരെ ഞാനും ഹരീഷ് കാണാറുണ്ട്. ഞങ്ങൾ കാരവാനിൽ ചെന്നിരിക്കും. ഇവൻ വിളിപ്പിക്കും, അണ്ണ ഒന്ന് വരുവ അണ്ണ. ഞാനും ഹരീഷും പോകും. ഈ 2 സ്റ്റെപ്പ് ചോട്ട് നടന്നു വേണ്ട. വന്നു വീണ്ടും പാടാ, ഞാനും പോകും. വീണ്ടും അവിടെ ഡാൻസ്, ഭയങ്കര ഡാൻസ്. അപ്പാന് ചേർത്തൊക്കെ തലകൊത്തി മറിയണം. വീണ്ടും ഇവൻ ഞങ്ങളെ വിളിച്ചോണ്ട് വരും, അണ്ണ വരുവാണ് നിങ്ങൾ 2 പേരും. അപ്പൊ ഹരീഷ് കാണാൻ എണീക്കും, പോവാ. വീണ്ടും ചെല്ലും. അത് കഴിഞ്ഞിട്ട് കാര്യം ഡാൻസ് ആണല്ലോ, ഞങ്ങൾക്ക് കുറവല്ലേ. അപ്പൊ ഞങ്ങളിട്ട് 2 കൈ ആട്ടോ അങ്ങോട്ടും ചോട്ടും. അപ്പൊ ഞങ്ങളെ കഴിഞ്ഞു. സോങ് വന്നപ്പോ ഏറ്റവും കൂടുതൽ ഡാൻസ് കളിച്ച ഞാനും ഹരീഷ് കാണാൻ ആന്ന്. ഇവിടെ നിന്ന് 3/4 ദിവസം കളിച്ച അപ്പാന് ശരത്തിന് 1 സെക്കൻഡ്. ഇപ്പൊ എല്ലാരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്നത് എവിടെ സിബിന്റെ ഡാൻസ് ഞങ്ങൾക്ക് കാണണം എന്നാണ്. അപ്പൊ എന്തായാലും സിബിൻ ഓവർ ടു യു. സെന്റർ സ്റ്റേജ് എടുത്തോ. ഞങ്ങൾ എല്ലാരും അങ്ങോട്ട് ഒപ്പിക്കാൻ പോവാണ്. പ്ലീസ് താങ്ക് യു. ഞങ്ങൾ സിംഗിളായി വന്നാലും പിന്നെ ലാസ്റ്റ് ആയിട്ട് എല്ലാരും കൂടെ കൂട്ടി ഗ്രൂപ്പ് ആക്കി അടിപൊളിയാക്കി സിബിൻ ഇരിക്കട്ടെ. നല്ലൊരു കൈ. വെൽക്കം ടു കോമഡി മാസ്റ്റർ. താങ്ക് യു സോ മച്ച്. രതീഷ് സിബിന്റെ 2 അടുത്താക്ക്.
നമ്മൾ ചിരിക്കൂട്ടം വേണം. ഇനി നമ്മുടെ നാട്ടുകൂട്ടത്തിന് ട്രീറ്റ് കൊടുക്കാൻ എന്താണ് വിരുന്നൊരുക്കുന്നത്? പരിപാടിയുണ്ട്. ആ സൂപ്പർ. ഇപ്പൊ എണീറ്റ് ഇപ്പൊ ചിരിപ്പിച്ച് കൊല്ലും. വേറെ ഒന്നുമില്ല. ഇന്നലെ രാത്രി ലോബിയോണ്ട് എന്നോട് ചോദിച്ചു, എടാ നമ്മള് കോമഡി മാസ്റ്റേഴ്സിൽ വന്നിട്ട് എത്ര നാളായി, നീ ഈ കോമഡി മാസ്റ്റേഴ്സിന് വേണ്ടി എന്ത് ചെയ്തു? അതാണ് എനിക്കും ചോദിക്കുന്നത്. നീ എന്നാ ചെയ്തേ? നമ്മളോട് ചോദിക്കാൻ പോവാൻ പോവാണോ? ഞാൻ എന്ത് ചെയ്തു എന്നാണ് ചോദിച്ചു. എന്താ ചേച്ചി? എന്താ ചേച്ചി? ഒന്നുമില്ല, ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അതെ, മലയാളത്തിലെ ഒരു ടെലിവിഷനും തപ്പി നടന്നിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു മാണിക്യത്തിനെ ഞാൻ കണ്ടുപിടിച്ചു. അടിപൊളി. നാളെ ഞാൻ മരിച്ചുപോയ കലാമേഖലയ്ക്ക് ഞാൻ എന്ത് സംഭാവന ചെയ്തു എന്ന് ജനങ്ങൾ ചോദിക്കും. ആ കലാമേഖലയ്ക്ക് കുട്ടിയകലിന്റെ സംഭാവന, ദ വൺ മാൻ ഷോ കിങ് ഓഫ് മലയാളം മിമിക്രി ഇൻഡസ്ട്രി. വിളിക്കട്ടെ? വിളിക്കൂ. രാജവെമ്പാല അഥവാ രാജൻ വെമ്പാല. എടോ അങ്ങോട്ടല്ല ഇങ്ങോട്ട്. മതി മതി മതി. നല്ല കുലുക്കൽ. എല്ലാരും എന്താ ചേച്ചി? നമസ്കാരം. എന്നെ മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു. ഞാൻ രാജൻ വെമ്പാല. കൈയടി കൊടുക്കും. ഇവരൊക്കെ ആരാണ്? ഞങ്ങളൊക്കെ ഇവരാണ് സാർ. അവരൊക്കെ അവരാണ്. അപ്പൊ ഞാനൊക്കെ ഞാനാണ്. കാട്ടുവാസികളാണ്. പുള്ളി മാത്രം ഞങ്ങളില്ലേ. അവരൊന്ന് പരിചയപ്പെട്ട ആദ്യമായിട്ട് കാണുകയാണല്ലോ. തൊടയിൽ തൈലിട്ടേക്കാണ്. അല്ല, എനിക്കിതൊന്ന് മൂത്രമൊഴിക്കണം. സിൽക്കിന്റെ അല്ലേ തെന്നും, അതാണ് മനസ്സിലാക്കണം. എന്തിനിപ്പോ അങ്ങോട്ട് പോയത്? അല്ല, അവരെ പരിചയപ്പെടാൻ വേണ്ടി. പരിചയപ്പെട്ടിട്ട് നമുക്ക് കൗണ്ടർ അടിച്ചില്ലേ, അത് തിരിച്ചു പോന്നു. പിന്നെ ഒരു പരിപാടി എനിക്ക് ബുക്ക് ചെയ്ത്. ഞാൻ ഒരു കാര്യം ചെയ്യാം അണ്ണാ. പുള്ളിക്ക് ipo ഒരുപാട് സ്റ്റേജ് പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നോബി അണ്ണനൊരു എന്തെങ്കിലും അവസരം. മെയ് ഫ്രീ ആണോ? മെയ് ഒരു 16 മെയ് ഫ്രീ ആണെന്ന്. പക്ഷെ ഞാൻ ഫ്രീ ആണ്. മെയ് 16 ഒരു ഷോ ഉണ്ട് ആലപ്പുഴ. ആലപ്പുഴയിൽ എവിടെണ്ണ? ബീച്ചില്. ഞാനല്ല ബീച്ചിൽ. ഞാനല്ല. എന്താ ബീച്ചിൽ ഓടിച്ചു കഴിഞ്ഞാൽ മണലാണ്, ഓടാൻ പറ്റില്ല, നീങ്ങൂല. ഇനി ഹൈവേയിൽ അല്ലേ? ബീച്ചിലില്ല. അപ്പഴേ നമുക്കിപ്പോ ഇവിടെ ഇപ്പൊ വന്നല്ലോ. അപ്പൊ എന്താണ് ഇവിടുത്തെ? ഞാൻ ഇന്ന് ഒരു വെറൈറ്റിയാണ്. തൃശ്ശൂർ പൂരമാണല്ലോ. ഇന്ന് തൃശ്ശൂർ പൂരമാണല്ലോ. അത്ര തൃശ്ശൂർ പൂരത്തിന് ഞാൻ ഈ പഞ്ചാരി മേളല്ലേ, തൃശ്ശൂർ പൂരത്തിന് പഞ്ചാരി മേളം ഫേമസ് ആണല്ലോ. ഇത് വെറൈറ്റി അതല്ല. ഞാൻ എന്റെ ഖണ്ഡനാളം വെച്ചാണ് ഈ സംഭവം അവതരിപ്പിക്കുന്നത്. മനസ്സിലായോ? ഐറ്റാണെന്ന് മനസ്സിലായി. ഞാൻ കൊണ്ടുവന്നേക്കാം. ഞാൻ സംഭാവന കൊടുത്ത് മരിക്കും കലാമേഖലയ്ക്ക്. ചില്ലം പടപട ചില്ലം പടപട ചില്ലം പടപട പടപട ജില്ലം പടപട ജില്ലം പടപട ജില്ലം പടപട ജില്ലം പട ജില്ലം പടപട ജില്ലം പടപട ജില്ലം പടപട ജില്ലം പടപട ജില്ലം പടപട ജില്ലം പടപട ജില്ലം പട ജില്ലം പടപട. എങ്ങനെയുണ്ട് എന്റെ ജില്ലം പടപട? വേണ്ട. അവിടെ ഇരുട്ടത്തെ ഒരു മടല് വെട്ടിക്കൊണ്ട് ഒരാൾ നിൽക്കണണ്ട. ആരാണ്? അയാളുടെ പേരാണ് അനൂജ് രാമൻ. കേരളത്തിന് പുള്ളി മാത്രമേ തല്ലാനുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ അത്രയും ബൂസ്റ്റ് ചെയ്താണല്ലോ കൊണ്ടുവന്നത്. വേറെ എന്തെങ്കിലും വേറെ ഞാൻ ചെയ്യുന്ന പരിപാടി നമ്മുടെ പാട്ടില്ലേ, പാട്ട് മ്യൂസിക് നമ്മുടെ ജീവിതത്തിലെ സിറ്റുവേഷനുമായിട്ട് സാമ്യമുണ്ടാകും. ഞാൻ പറഞ്ഞ് കാണിക്കാം. അതായത് നമ്മളെ ചില സന്ദർഭങ്ങളിൽ നമ്മൾ മ്യൂസിക് എങ്ങനെ അവിടെ തമാശയാക്കി എടുക്കാം, അല്ലെങ്കിൽ മ്യൂസിക്കിൽ നിന്ന് എങ്ങനെ തമാശ ഉണ്ടാക്കാം. പുതിയ കണ്ടുപിടുത്തമാണ്. മിമിക്രി ഇൻഡസ്ട്രിക്കോ അല്ലെങ്കിൽ ടെലിവിഷൻ ഇൻഡസ്ട്രിക്കോ ഈ സാധനം ഫ്രഷ് ആണ്. അപ്പൊ വീടിന്റെ അകമാണല്ലോ. അപ്പൊ ഞാനൊന്ന് കോസ്റ്റ്യൂം മാറണം. അല്ല, വീടിനകത്താണ്. വീടിനകത്ത് ആൾക്കാരും കാണണതേ. ഇങ്ങനെ മാറിയാൽ മതി. അപ്പൊ അതല്ലേ പറഞ്ഞത്. അതായത് ഇപ്പൊ വീട്ടിലിരിക്കുന്ന ഒരു ഫീൽ ആയില്ല. അതെ അതെ. അതായത് പുള്ളി ഉദ്ദേശിക്കുന്നത് പുള്ളിക്ക് വീട്ടിൽ നിന്ന ഫീലിൽ നിന്നാൽ സിനിമയില്ലേ, എമ്പുരാൻ സിനിമ ഒരു മ്യൂസിക് ഉണ്ടല്ലോ, എമ്പുരാൻ. അത് ഇതില് ഞാൻ ഒരു മരണം വീട്ടിൽ പോകാൻ വേണ്ടി പറയാൻ വേണ്ടി വരണം എന്റെ അടുത്ത്. അപ്പൊ ധൃതി ഇപ്പോൾ ഞാൻ അത് കേട്ടിട്ട് പാന്റ് കേട്ട് വരുമ്പോ അതിന്റെ ഒരു ക്ലൈമാക്സിൽ ഒരു ഈ മ്യൂസിക് ഇട്ടാൽ ഇപ്പൊ വീണ്ടും പാന്റ് വേണ്ടേ? വേണം. വീണ്ടും ഇട്ട് തരണോ? നീ ഇത്ര നേരം ഇട്ടത് മതി.
എന്താ നമ്മളപ്പുറത്ത് സുനിയാമന്റെ അച്ഛനെ മരിച്ചുപോയി. മരിച്ചുപോയോ? ഇപ്പൊ മരിച്ചുള്ളൂ. എന്റെ പൊന്നോ, പെട്ടെന്ന് ready ആവണേ. ഞാനേ കുളിച്ച് വന്നോളൂ. അല്ല, ബോഡി ഇപ്പൊ എടുക്ക്. പെട്ടെന്ന് ready ആവും. കുളിച്ച് ready ആവും. താനിട്ടെടാ, അങ്ങോട്ട് ഇട്ടേ. പെട്ടെന്ന് ready ആവും. അണ്ണാ ബോഡി ഇപ്പൊ എടുത്തോണ്ട് വാണ. കുടുങ്ങിയ ആളുടെ അവസ്ഥ മനസ്സിലായി. അത് കുടുങ്ങിയത് ഊരിക്കൊടുത്ത നിന്റെ അവസ്ഥ. ആ എക്സ്പ്രഷൻ ഇനിയിപ്പോ അടുത്തിനി. പിന്നെ എന്റെ ചെണ്ണി, നമ്മള് പെമ്പിള്ളേരായിട്ട് ചാറ്റ് ചെയ്യൂലേ? അതെ. എവിടെയാ സ്ഥലം? തെങ്ങും തോപ്പില് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പഴിതെങ്ങനെ ഉണ്ടോ? പെമ്പിള്ളേരുമായിട്ട് തെങ്ങും തോപ്പിൽ ചാറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ ഇതേ സിറ്റുവേഷൻ വീണ്ടും ഉണ്ടാവും. എവിടെ നീ? അമ്മയുണ്ട് വീടും. എന്ത് ഡ്രസ്സാ നീട്ടാണ്? മഞ്ഞേ, ഞാനും അതാണ് ഇട്ടാണ്. സുഖല്ലേ നിനക്ക്? സൂപ്പർ. ചേട്ടാ അണ്ണാ ചേട്ടാ അല്ല ചന്തിയിലല്ലേ വീണേ? പുള്ളിയുടെ തലച്ചോറ് ചന്തിയിലായിരുന്നു. കലേശേ, എന്താ നിന്റെ അടുത്ത് ഈ സീനിൽ ഒരു ഡമ്മി തേങ്ങയിലടാ ഇടാൻ പറഞ്ഞത്. അണ്ണാ, ഡമ്മി തേങ്ങ വേണമെങ്കിൽ നേരത്തെ പറയണം. ഇത് ഒറിജിനൽ തേങ്ങയാണ്. തേങ്ങ ഇട്ടിട്ട് അണ്ണാ അണ്ണാ ശിവദാസ് അണ്ണ, നമ്മളിനി ഒരു തേങ്ങയില്ല പറയാൻ. ക്ലൈമാക്സ് എണീറ്റ് പോയി.